BJP ഉയരട്ടങ്ങനെ ഉയരട്ടെ ശരീര കുങ്കുമകാവി പതാക വാനിലുയർന്ന് പറക്കുമ്പോൾ ആവേശത്തെ നമ്മൾ വിളിക്കും വന്ദേ മാതരോ വന്ദേ 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 മാതരോ ഭാരതത്തിൽ വന്ദേ വേണ്ട അറിയുന്നതാരെന്നറിയാമോ BJP എന്നോർത്തോളൂ BJP എന്നോർത്തോളൂ ഇല്ല ഇല്ല വിട്ടുതരില്ല ഒരു തൊട്ട് ഭൂമിയും വിട്ടുതരില്ല BJP जय जय BJP जय जय भारत माता जय जय BJP जय जय भारत माता ഒരു ശ്രമവുമില്ല. ഒരു വശത്ത് മുനമ്പത്ത് സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്ന വഖഫ് ബോർഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കൈവശമുള്ള ഭൂമി, ആ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയെടുക്കാത്തത് എന്താ? അപ്പൊ അതിനർത്ഥം വഖഫ് ഭൂമി പല ആളുകൾ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. 2016 മുതൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാർ CPM നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ആ സർക്കാരിന്റെ വഖഫിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് എന്താണ്? അവരുടെ സ്വന്തം നേതാവ്, ആ നേതാവ് കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന വഖഫ് ഭൂമി, ആ വഖഫ് ഭൂമി അത് വഖഫിന് വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ടാ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു നിർദ്ദേശം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാവിന് നൽകാത്തത്? ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശനും പിണറായി വിജയനും കോൺഗ്രസും CPM-ഉം ഇവർ രണ്ടുപേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വഖഫിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം പാവപ്പെട്ട ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ജീവിച്ചു വരുന്ന ഭൂമി, ആ ഭൂമിയിൽ നിന്ന് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനുള്ള ശ്രമം, ആ ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത്. അതുകൊണ്ടാണ് മുനമ്പത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ടുള്ളത്. ഇത് മുനമ്പത്ത് മാത്രമല്ല, സിൽവർ ലൈനിന്റെ വിഷയം വന്നപ്പോഴും സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമം നടന്നപ്പോ
ആ ശ്രമത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. ആ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു. ഇപ്പോ മനുഷ്യാവകാശങ്ങള്, ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതിനെയൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ മുൻപത്തെ ന്യൂനപക്ഷ സമുദായത്തെ പറ്റിയിട്ട് എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നില്ല? അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളില്ലേ? മുഖ്യമന്ത്രി സമവായ ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. സമവായ ശ്രമം നടത്തുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള അബ്ദുറഹിമാൻ മന്ത്രിയെ പുറത്താക്കണം. കാരണം അബ്ദുറഹിമാൻ മന്ത്രി വഖഫ് ഭീകരതയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം, ദേശാഭിമാനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്വയാണ്. ആ ഔദ്യോഗിക ജിഹ്വയിൽ മന്ത്രിസഭയിലെ ഒരംഗം എഴുതിയിരിക്കുന്നത് ആ നിലപാട് സർക്കാരിന്റെ നിലപാടാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ, ആ നിലപാടിനെ പിണറായി വിജയൻ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അബ്ദുറഹിമാൻ പറഞ്ഞിരിക്കുന്നത് 1995 വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 പ്രകാരം ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണ്. ഇത് അബ്ദുറഹിമാൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ? ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെങ്കിൽ, ഇതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ എന്ത് സമവായ ശ്രമമാണ് നിങ്ങൾ നടത്തുക? ഇതിന്റെ അധികാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുമ്പോ അതനുസരിച്ച് വഖഫ് ബോർഡ് തീരുമാനമെടുക്കും. ആ വഖഫ് ബോർഡ് തീരുമാനമെടുക്കുന്ന ഇന്നത്തെ സാഹചര്യം, ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഒരു മന്ത്രി പറയുകയാണ്. മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ള മന്ത്രി അദ്ദേഹം പറയാണ്, ഞാൻ ഭരണഘടന അനുസരിച്ചല്ല ഭരിക്കാൻ പോകുന്നത്, ഞാൻ ഇസ്ലാമിക നിയമമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരമാണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. വഖഫ് നിയമം, നിലവിലുള്ള വഖഫ് നിയമം, ആ വഖഫ് നിയമം അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അബ്ദുറഹിമാൻ പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തുന്നത് എന്നാണ്. ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ, ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ, ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ, അവരുടെ ഭൂമിയിലുള്ള അവകാശം കവർന്നെടുക്കുന്നതാണോ നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത? അതിനെയാണോ നിങ്ങൾ മതനിരപേക്ഷത എന്ന് പറയുന്നത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിയെ CPM-ഉം കോൺഗ്രസും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുനമ്പത്തെ ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ വളർത്താൻ BJP ശ്രമിക്കുന്നു എന്നാണ് ചില ആളുകളുടെ ആരോപണം. ആരാ മതവിദ്വേഷം ഉണ്ടാക്കുന്നത്? മതവിദ്വേഷം ഉണ്ടാക്കുന്നത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ലേഖനം എഴുതിയ അബ്ദുറഹിമാനാണ്. ആ അബ്ദുറഹിമാനാണ് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുടിയിറക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ഈ രാജ്യത്തെ നിയമങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. വഖഫിന്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഭൂമി, ആ ഭൂമി മറിച്ചു കൊടുത്ത് ലാഭമുണ്ടാക്കിയ കൊടുത്തവരും വാങ്ങിയവരും. അക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആള്.
വാഴക്കാല വില്ലേജില് ആ ഭൂമിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേസുണ്ടായി. അന്ന് കേസ് കേട്ട ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് എ പെർപെച്വിറ്റി ഓഫ് ദ വേഴ്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈൻഡ്, ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒന്ന് എന്നാണ് വഖഫ് നിയമത്തെ കുറിച്ച് അന്ന് ബ്രിട്ടീഷ് കോടതി പറഞ്ഞത്. അതില്ലാതാക്കാൻ അവർക്കും സാധിച്ചില്ല. തുടർന്നു വന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ 1954 വഖഫ് ആക്ട്, 1995 ആക്ട്, 2013 ആക്ട്, ഇതെല്ലാം ഈ പറഞ്ഞ നാട്ടിലെ നിയമം വഖഫിന്റെ പേരിൽ തർക്കമുണ്ടായാൽ അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ല എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി വഖഫ് ട്രിബ്യൂണൽ കോടതിയുടെ മുകളിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലുള്ള ഒരു സംവിധാനമായിട്ട് നിൽക്കുന്നതിന് പകരം ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായി, ഈ നാട്ടിലെ നിയമവാഴ്ചയ്ക്ക് അനുസൃതമായി, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് അനുസൃതമായി, അതിനനുസൃതമായിട്ട് വഖഫ് ബോർഡ് പ്രവർത്തിക്കണം. അതുകൊണ്ട് വി.ഡി. സതീശനും ഇപ്പോ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് അവകാശപ്പെടുന്നവരും അവരാദ്യം ചെയ്യേണ്ടത് നിയമസഭയിൽ നിങ്ങൾ ഏകകണ്ഠമായിട്ട് പാസാക്കിയ പ്രമേയം, ആ പ്രമേയം പിൻവലിക്കാനുള്ള പ്രമേയമാണ് അടുത്ത നിയമസഭ കൂടുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വയനാട്ടിലെയും കണ്ണൂരിലെയും പാവപ്പെട്ട കർഷകർക്കൊപ്പമാണോ അതോ ഈ വഖഫിന്റെ പേരിൽ തടിച്ചു കൊടുത്ത ഒരു കൂട്ടം ആളുകളുടെ ഒപ്പമാണോ? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് ഈ മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ, കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ രക്ഷകർ, കേരളത്തിന്റെ രക്ഷാസേന എന്നൊക്കെ പ്രളയകാലത്ത് വിശേഷിപ്പിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല. ആ മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കുന്ന ഈ കിരാത നിയമം, ശ്രീ സുരേഷ് ഗോപി വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വഖഫ് ഭീകരതയുടെ പേര് കിരാത നിയമം എന്നാണ്. അതിന്റെ പേരിൽ വലിയ ബഹളമായിരുന്നു. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളെ, നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ആളുകളെ, ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് നൽകി ഇറക്കിവിടുന്നതിന് കിരാതം എന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കാൻ പറ്റുക? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മത നേതാക്കന്മാരെ കണ്ട് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറാവാത്തിടത്തോളം കാലം ഈ നാട്ടിൽ വഖഫിന്റെ പേരിൽ നടക്കുന്ന ഈ ഭീകരതയുടെ വക്താക്കളാണ് നിങ്ങൾ, ഇസ്ലാമിക നിയമത്തിനെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങൾ എന്ന് മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിധി എഴുതാൻ സാധിക്കുകയുള്ളൂ.